ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാവും സത്യദൈവത്തിൻ്റെ പരിശുദ്ധ നാമം നമ്മെ എന്നും കാക്കുമാറാകട്ടെ, നമ്മെ വഴി നടത്തുമാറാകട്ടെ. മനോഹരമായൊരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നു. ദൈവത്തിന് സ്തുതി. ദൈവനാമമഹത്വത്തിനായി നമ്മുടെ ജീവിതങ്ങളെല്ലാം ആയിത്തീരട്ടെ. ഓരോ നാളുകളും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിറഞ്ഞിരിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ എന്ന് ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവത്തിൽ നമുക്ക് ശരണപ്പെടാം. 77-ാമത്തെ സങ്കീർത്തനം, ആസാഫിൻ്റെ സങ്കീർത്തനം നമ്മൾ ചിന്തിക്കുകയായിരുന്നു. അതിൻ്റെ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. 10 അതിനോട് ചേർത്ത് തന്നെയുള്ളതാണ്. എന്നാൽ 10 അതിൻ്റെ പൂർത്തീകരണം അവിടെ ഈ അവസാനിപ്പിക്കുന്ന കുറേ ചോദ്യങ്ങൾ ചോദിച്ചാണ് നമ്മൾ കണ്ടു. അവിടെ 7-ാമത്തെ വാക്യത്തിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ? ഇല്ല എന്ന് നമ്മൾ കണ്ടു. കാരണം ദൈവവാഗ്ദത്തമുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന്. തുടർന്ന് ചോദിക്കുക, അവൻ ഇനി ഒരിക്കലും അനുകൂലമായിരിക്കുകയില്ലയോ? ദൈവം എന്നും അനുകൂലമായിരിക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടേത്. അതാണ് പിന്നെയും തിരുവചനത്തിൽ നമ്മൾ കാണുന്ന റോമർക്ക് ലേഖനം, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. ദൈവം എപ്പോഴും നമുക്ക് അനുകൂലമായിരിക്കും. ദൈവം പ്രതികൂലമാകാതെ നമ്മുടെ വഴികളെ ദൈവത്തിന് പ്രസാദകരമായിരിപ്പണ്ടൊക്കെ നമ്മൾ ശ്രമിക്കുക. തുടർന്ന് പറയുകയാണ്, അവൻ്റെ ദയ സദാകാലത്തേക്കും പോയില്ല, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവം കൃപ കാണിക്കുവാൻ മറന്നിരിക്കുന്നു? അവൻ കോപത്തിൽ തൻ്റെ കരുണ അടച്ചു കളഞ്ഞിരിക്കുന്നുവോ? ഇല്ല. അവൻ അല്പകാലത്തേക്ക് തൻ്റെ മുഖം മറച്ചുവെങ്കിലും മഹാസ്നേഹത്തോടെ അവൻ നിങ്ങളിലേക്ക് തിരിയുമെന്നുള്ള അനവധി വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അല്പസമയത്തേക്ക് നിൻ്റെ മുഖം മറച്ചു കളയും. എന്തിനാണ്? ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാൻ, നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനൊക്കെ ദൈവം ചിലപ്പോഴങ്ങനെയെല്ലാം ചെയ്യും. പക്ഷേ അതെല്ലാം ആത്യന്തികമായ നമ്മുടെ നന്മയ്ക്കാക്കി മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അത് എൻ്റെ കഷ്ടതയാകുന്നു, അത്യുന്നതിൻ്റെ വലങ്കൈ വരുത്തിയ സംവത്സരങ്ങൾ തന്നെയെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് കഷ്ടതയാകുന്നു എന്ന് പറയുന്നത്. നമുക്കൊരു ഹോപ്പ് വേണം. ഇങ്ങനെ സംഭവിക്കുകയില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാനായിട്ട് സാധിക്കണം. ഞാൻ ഭയപ്പെട്ടിരുന്ന് എനിക്കൊന്ന് ഭവിച്ചു എന്ന് യോ പറയുന്ന പോലെ അങ്ങനെ പ്രത്യാശയോടെ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് സാധിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അതിന് ഈ ലോകപ്രകാരം പറയുന്ന ഒരു മാനദണ്ഡമല്ല അത്. ഈ പോസിറ്റീവ് എന്നൊക്കെ മോട്ടിവേഷൻ എന്ന് പറയുന്ന മിക്കവാറും മോട്ടിവേഷൻ സ്പീക്കേഴ്സാണ്. എന്നാൽ അവരുടെ വ്യക്തിപരമായ അനേകം മോട്ടിവേഷൻ സ്പീക്കേഴ്സ് തുടർന്ന് അവരുടെ ജീവിതം രൂപാന്തരപ്പെട്ടതിന് ശേഷം അവർ തന്നെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മോട്ടിവേഷനും ഇല്ലായിരുന്നു എന്ന്. ദുരിതം നിറഞ്ഞതും ദുഃഖസാന്ദ്രവുമായിരുന്നു എന്നൊക്കെ പറയുന്ന അവരുടെ ജീവിതങ്ങൾ അനേക യൗവനക്കാരുടെ അനേക സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അവർ മറ്റുള്ളവർക്ക് ഉപദേശം പറഞ്ഞു, പക്ഷേ അവരുടെ ജീവിതം പരാജയമായിരിക്കുമെന്ന്. ഈ വാസ്തു നോക്കുന്നവരെല്ലാം പലപ്പോഴും ഒരു പറയുന്ന വലിയ വന്ന്, എന്നാൽ അവർ ഭയങ്കര ദാരിദ്ര്യ നിലയിലാണ് അവർ കഴിയുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ഈ മറ്റുള്ളവരുടെ വാസ്തുവെല്ലാം നോക്കിയിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു ഉന്നമനമില്ലല്ലോ എന്ന് ഒരു ചെറുപ്പക്കാർ ചോദിക്കുകയാണ്. അത് വ്യക്തമായി കണ്ടുകൊണ്ട് തന്നെ ചോദിക്കുകയാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ മോട്ടിവേഷൻ, ഇവിടെ പോസിറ്റീവ് നമ്മൾ പറയുമ്പോൾ നമുക്കതിനുള്ളൊരു മുഖാന്തരമുണ്ട്. അതിന് മാനദണ്ഡം ക്രൂശാണ്. ആ ക്രൂശിൻ്റെ ചിഹ്നം തന്നെ ഒരു പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ അത് ചിലർ പറയും എക്സ് ടൈപ്പിലാണ് ക്രൂസിഫിക്കേഷൻ നടന്നത്. എക്സ് ആണെങ്കിലും അത് മൾട്ടിപ്ലിക്കേഷനാണ്. നമ്മുടെ ജീവിതത്തെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയിലേക്ക് നടത്തുന്നതാണ് ക്രൂശ് എന്ന് പറയുന്നത്. ക്രൂശ് ആത്യന്തികമായ ലോകദൃഷ്ടിയിൽ അത് പരാജയമെന്നാണെങ്കിൽ ദൈവദൃഷ്ടിയിൽ അല്ലെങ്കിൽ അത് ആത്യന്തികമായത് നന്മയുടെ, അത് വിജയത്തിൻ്റെ പടമാണെന്ന് പറയാം. ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയെന്ന് കൊലോസിനായിരുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ക്രൂശിൽ കൂടെയുള്ളതായ ആ മഹത്തരമായ അനുഗ്രഹങ്ങളാണ് നമുക്കെന്നും അത് നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും. ഇവിടെ പോസിറ്റീവായിട്ട് അങ്ങനെ പ്രത്യാശിക്കാനായിട്ട് സാധിക്കണം. ഇനി അത്യുന്നതിന് വിലങ്ങിയ ഒരു സംവത്സരങ്ങൾ തന്നെയെന്ന് ഞാനും പറഞ്ഞു. 11-ാമത്തെ വാക്യത്തിൽ, ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിൻ്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. ഞാൻ നിൻ്റെ സകല പ്രവൃത്തിയെയും കുറിച്ച് ധ്യാനിക്കും, നിൻ്റെ ക്രിയകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കും. ദൈവമേ, നിൻ്റെ വഴി വിശുദ്ധമാകുന്നു, നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. തൃക്കൈ കൊണ്ട് നീ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു.
യാക്കോബിൻ്റെയും യോസഫിൻ്റെയും മക്കളെ തന്നെ. അവിടെ ഒരു മ്യൂസിക് നോട്ട് തീരുകയാണ്. ഇവിടെ ഈ പ്രതിസന്ധിയിൽ എന്താണ്? ഭൂതകാലത്തെ നന്മകളെ ഓർക്കുക, ദൈവം നടത്തിയ വഴികളെ ഓർക്കുക, കടന്നു വന്ന പാതകളിൽ ദൈവത്തിൻ്റെ സാമീപ്യം ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചതിനെ ഓർക്കുക. അത് നമ്മുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിന് നമുക്ക് ഊർജം പകരുന്നതായിരിക്കും. ദാവീദ് തൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ ആ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക, എത്ര അത്ഭുതകരമായി നിന്നെ സൃഷ്ടിച്ചു അല്ലേ. നമ്മുടെ സൃഷ്ടിപ്പ് തന്നെ ഒരു അത്ഭുതമല്ലേ അല്ലേ. അപ്പം നമ്മളെ സൃഷ്ടിച്ച ഉടയവന് നമ്മളെക്കുറിച്ച് ലക്ഷ്യമില്ലാതെ ഇരിക്കുമോ? നമ്മൾ ചിന്തിച്ച് നിൽക്കുക. ഞാൻ അന്ധകാരത്തിൽ ഇവിടെ ഒന്നുമില്ലാതെ നിർമ്മിക്കുമ്പോൾ എൻ്റെ അസ്ഥി കൂടെ നിനക്ക് മറവായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ അമ്മയുടെ ഉദരത്തിന് എടുത്തവൻ നീ തന്നെ എന്നൊക്കെ പറയുകയാണ്. ഞാൻ ആ മുല കുടിക്കുന്ന നാളിൽ നീ എന്നെ നിർഭയം നടക്കുമാറാക്കി. അത് ഞാൻ മുല കുടിക്കുന്ന സമയം എനിക്ക് വകതിരിവില്ല, എന്താണെന്നറിയില്ല, ഒന്നുമില്ല. പക്ഷെ അന്ന് എനിക്ക് ഒരു ഭയമില്ലായിരുന്നാണ് പറയുന്നത്. എവിടെ കിടത്തിയാലും ശാന്തമായി കിടന്നുറങ്ങുന്ന കുഞ്ഞ് നിർഭയമായി അത് നടക്കുകയാണ്. ഈ ബോംബെയിൽ നടന്ന സ്ഫോടനം, ഈ താജ്മഹൽ നടന്ന ഒരു സ്ഫോടനത്തിൻ്റെ സമയത്തൊക്കെ അവിടെ ഈ ചിത്രങ്ങൾ കാണിച്ച കൂട്ടത്തിൽ ഒരു എയർപോർട്ട് കാണിക്കുകയാണ്. അപ്പോൾ ആളുകളെല്ലാം പരക്കമാഞ്ഞ് ഓടുകയാണ് ഭയവിഹ്വലരായി. ആ സമയം ഒരു ട്രോൾ, ഈ കുഞ്ഞുങ്ങളെ വഹിച്ചുകൊണ്ട് പോകുന്ന ക്യാരി, അതിനകത്ത് ഒരു കുഞ്ഞ് ശാന്തമായി ഉറങ്ങുക. അമ്മ അതിനെ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ട് പോവുക. അമ്മ അതിനെ അത് കുഞ്ഞ് അതിനകത്ത് ശാന്തമായി ഉറങ്ങുകയാണ്. ചിലർ ചേർത്ത് കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ അത് ശാന്തമായി ഉറങ്ങുകയാണ്. അങ്ങനെ അനേക ചിത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു പ്രതിസന്ധികളിലൊക്കെ നമ്മൾ കണ്ടാൽ ആ കുഞ്ഞ് ഫിയർലെസ് ആണ്. അതിനെ ഫിയർലെസ് ആക്കിയതാരാണ്? ദൈവമാണ്, ദൈവത്തിൻ്റെ സർവ്വശക്തിയാണ്. അപ്പം അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ നിർഭയം വസിക്കുമാറായി എന്നൊക്കെ പറയുമ്പോൾ പൂർവ്വകാലങ്ങളിലേക്ക് നോക്കുക. ഇതുവരെയും നടത്തിക്കൊണ്ടുവന്ന ദൈവം, ഇതുവരെയും എനിക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാം തന്നതായ ദൈവം, എല്ലാം ദൈവം തന്നതാണ്. ബലവും ആരോഗ്യവും എല്ലാമാകട്ടെ, എന്തുമാകട്ടെ, എല്ലാം ന്യൂനതകൾ പോലും നമ്മുടെ ജീവിതത്തിൽ ധന്യമായി മാറും. ഒരു ചെറുപ്പക്കാരൻ, ഒരു അംഗവൈകല്യം ബാധിച്ച ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പറയുമ്പോൾ ഒരു വ്യക്തി പറഞ്ഞു, നിനക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും സവിശേഷമായ ഗിഫ്റ്റാണ് ഈ ഹാൻഡിക്യാപ്പ് എന്ന് പറയുന്നത്, അംഗവൈകല്യം എന്ന് പറയുന്നത്. നിനക്കിതിനകത്ത് വിജയസാധ്യത അനന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ വ്യക്തി അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ചില സവിശേഷ കാര്യങ്ങളത്തേക്കും ബ്രില്യൻ്റ് ആയിട്ട് മാറി. അങ്ങനെയുള്ളവരിൽ ചില സവിശേഷമായ കഴിവുകൾ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. അത് കണ്ടെത്തി ആ പൊട്ടൻഷ്യൽ, അത് കണ്ടെത്തുമ്പോൾ അവരുടെ ജീവിതം ധന്യമായി തീരുകയാണ്. മറ്റുള്ളവർക്കില്ലാത്ത മെമ്മറി പവർ, റിസൈറ്റിംഗ്, അല്ലെങ്കിൽ അത് ഭയങ്കര ഇതായിട്ട് ആർട്ട്, ചിലർക്ക് വരയ്ക്കാനുള്ളതായിരിക്കാം. അങ്ങനെയുള്ളത് അത് കണ്ടെത്തി അവരത് പരിപോഷിപ്പിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിട്ട് മാറുകയാണ്. ജോണി എറിക്സൺ ടാഡ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ബയോഗ്രഫി ഉണ്ട്. അത് ഈ വീണ് ഒരു നീന്തലിൽ നീന്തുന്ന സമയത്ത് സ്പൈനൽ കോഡിന് ക്ഷതം പറ്റി ഈ കഴുത്തിന് താഴത്തോട്ട് തളർന്നു പോയൊരു വിലകടി, ഒരു വനിത. അവരുടെ ജീവിതകാലം മുഴുവൻ അങ്ങനെ തള്ളി നീക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് വ്യസനത്തിലായിരിക്കുമ്പോഴാണ് ഒരു ക്രൈസ്തവ സ്നേഹിതൻ സമീപിക്കുന്നതും ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതും പ്രത്യാശ പകർന്നു കൊടുക്കുന്നതുമെല്ലാം. അവർ ആ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങി. അവർ വീൽ ചെയറിലിരിക്കും, എന്നിട്ട് അവരുടെ ചുണ്ടിൽ ഈ യേശുവിനെ അനുഭവിക്കാൻ തുടങ്ങി, അവരുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ എന്ത് സംഭവിച്ചു? അവരുടെ ആ ചുണ്ടിൽ കടിച്ചു പിടിച്ചുകൊണ്ട് പടം വരയ്ക്കാൻ തുടങ്ങി. വളരെ മനോഹരമായ ചിത്രങ്ങൾ, പല അർത്ഥങ്ങൾ, ബിബ്ലിക്കൽ വാക്യങ്ങളെല്ലാം അതിനർത്ഥം കൊടുത്തുകൊണ്ട് ചില പടങ്ങളെല്ലാം വരയ്ക്കാൻ തുടങ്ങി. ഒരു ജാറിനകത്ത് ഒരു മീൻ കിടക്കുന്നു, ഒരു പൂച്ച വന്ന് അതിന് ചുറ്റും ഇങ്ങനെ പരന്നെടുക്കുക. ആ മീനിനൊരു ഭയവുമില്ല. അതിനെ ആക്രമിച്ച് അതിനെ ജയിക്കാനായിട്ട്, ആ ഫിഷ് ടാങ്കിനെ ജയിക്കാനായിട്ട് ഈ പൂച്ചയ്ക്ക് കഴിയില്ല എന്നുള്ള ധൈര്യമുണ്ട് ആ മീനിന്. ഒരു കൂട്ടിനകത്ത് ഒരു തത്ത ഇരുന്ന് പാട്ട് പാടുന്നു, പൂച്ച വന്ന് ചുറ്റും നടക്കുന്നില്ല, തത്തയ്ക്ക് പേടിയില്ല. ആ കൂടിനെ പൊളിച്ച് ആക്രമിക്ക് കഴിയില്ല എന്നുള്ള ധൈര്യമാണ്. അങ്ങനെ പല പല ചിത്രങ്ങൾ ഇത് വരച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ കഴിവില്ലായ്മയിൽ ദൈവം ചില സവിശേഷമായ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊരു ജീവിതവും ദൈവത്തിലേക്ക് തിരിയുമ്പോൾ അത് അനുഗ്രഹമായിട്ട് മാറുമെന്നാണ് അവിടെ പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ കുറവുകളിലേക്ക് നമ്മൾ നോക്കേണ്ട, അതെല്ലാം ദൈവത്തിൽ ആശ്രയിക്കാനുള്ള മുഖാന്തരങ്ങളായിട്ട് കണ്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം തൻ്റെ ശക്തി നമ്മളിൽ കൂടെ വെളിപ്പെടുത്തും. അല്ലേ? ദൈവത്തിൻ്റെ വരുംകാലത്ത് എൻ്റെ ശക്തി കാണിക്കേണ്ടതിന് ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ശക്തി കാണപ്പെടുവാൻ ഇടയായി തീരണം. ഇവിടെ പണ്ടത്തേക്ക് സകല പ്രവൃത്തികളെയൊക്കെ ധ്യാനിക്കും, ക്രിയകളെ ചിന്തിക്കും. ദൈവമേ നിന്റെ വഴി വിശുദ്ധമാകുന്നു, അവിടെ ദൈവത്തെപ്പോലെ വലിയ ദൈവമായിരുന്നു, അത്ഭുതം പ്രവർത്തിക്കുന്നതാകുന്നു. നിന്റെ ബലത്തെ നീ ജാതികളിൽ വെളിപ്പെട്ടിരിക്കും, തൃക്കൈ കൊണ്ട് നീ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു, യാക്കോബിൻ്റെയും യോസഫിൻ്റെയും മക്കളെ തന്നെ. അപ്പോൾ ഈ ഫ്രെഡറിക് രാജാവിനെ കുറിച്ച്, മഹാനായ ഫ്രെഡറിക് രാജാവിനെ കുറിച്ച് ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അത് എക്സ്പോസിസ്റ്റർ എന്ന മാസിക സിംപ്സൺ
A. സിംസൺ ദഹിപ്പിച്ചാലും നശിക്കാത്ത ജനമെന്ന ശീർഷകത്തിൽ ഒരു ലേഖനം അതേക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന ഈ തൻ്റെ ജനറൽമാരുമായി നർമ്മസംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവഭക്തനെന്ന് വേദവിജ്ഞാനം സ്വതപ്പെട്ടിരുന്ന ഒരു ജനറലിനോട് ബൈബിൾ സത്യമാണെന്ന് തെളിയിക്കുന്നതിന് നിങ്ങളുടെ ന്യായവാദം ഒരു വാക്കിൽ പറയാമെന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് രാജാവിൻ്റെ ചോദ്യത്തിന് ജ്ഞാനിയായ ജനറൽ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞത് യഹൂദന്മാർ എന്നായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഹൂദന്മാർ അവരിന്ന് ചരിത്രത്തിൽ ഇന്ന് ദൈവത്തിൻ്റെ സാക്ഷികളായി നിൽക്കുകയാണ്. ഒരല്പജനം എന്ന ലോകത്തിന് മുഴുവൻ അനുഗ്രഹം വാരി വിതറി അവരെ ദൈവം നിർത്തിയിരിക്കുകയാണ്. യഹൂദന്മാരാണ്. അവരുടെ ചരിത്രം പരിശോധിച്ചാൽ ദൈവം പ്രവർത്തിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണെന്ന്. ഇനി നമ്മൾ കാണുകയാണ്, ദൈവമേ വെള്ളങ്ങൾ നിന്നെ കണ്ടു ഭ്രമിച്ചു, ആഴികളും വിറച്ചുപോയി, മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു, ആകാശം നാദം മുഴക്കി, നിന്റെ അസ്ത്രങ്ങൾ പരക്കെ പറന്നു, നിന്റെ ഇടിമുഴക്കം ചുഴലിക്കാരിൽ മുഴങ്ങി, മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിച്ചു, ഭൂമി കുലുങ്ങി നടുങ്ങിപ്പോയി, നിന്റെ വഴി സമുദ്രത്തിലും നിന്റെ പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നു, നിന്റെ കാൽച്ചുവടുകളെ അറിയാതെയും ഇരിക്കുന്നു. മോശയുടെയും അഹ്റോന്റെയും കയ്യാൽ നീ നിന്റെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി. അതും ഇസ്രായേലിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ? ഈ ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തുക. ഈ വെള്ളത്തിലിറങ്ങാത്ത ആട്ടിൻകൂട്ടത്തെ ദൈവം കടൽ കടന്ന് നടത്തിയെന്നാണ് കവി പറയുന്നത്. വെള്ളത്തിലിറങ്ങാത്ത ആട്ടിൻകുട്ടിയെ ദൈവം കടലിൽ കൂടെ നടത്തിക്കൊണ്ട് സമുദ്രത്തിൻ്റെ വഴി പെരുവഴി ഒഴുക്കിയല്ല ദൈവം. ഉണങ്ങിയ നിലത്തുകൂടെ ഏറെ നാളായുള്ള ഒരു സമുദ്രത്തിൻ്റെ അടിയിൽ കട്ടിക്ക് ചെളി കാണുമെന്നൊക്കെ, അത് ചെളി കാടുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇവിടെ ഉണങ്ങിയ നിലമാക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ കിഴക്കൻ കാറ്റുകൊണ്ട് അതിനെ ഉണക്കുകയാണ് ദൈവത്തിൻ്റെ സർവ്വശക്തി എന്ന് പറയുന്നത്. ഈ ലണ്ടനിലെ ഒരു വ്യക്തി, ഒരു പ്രഭാഷകൻ പറഞ്ഞു, യഹൂദന്മാർ അവരുടെ വേദപുസ്തകത്തെ ആശ്രയിക്കാതെ വാളിനെ ആശ്രയിച്ചിരുന്നെങ്കിൽ റോമൻ മേൽക്കോയ്മയെ നിഷ്പ്രയാസം ജയിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ്. ഉടനെ ഇത് കേട്ട ശ്രോതാക്കൾ ഒരാൾ ചോദിച്ചു, എന്നാൽ റോമാക്കാർ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അതിന് ഉത്തരവില്ല. ഇന്ന് റോമാക്കാരില്ല, അവരെ ഭരിച്ചു എന്ന് പറയുന്ന റോമാക്കാറില്ല. പക്ഷേ യഹൂദന്മാരുണ്ടോ? യഹൂദന്മാർ ലോകത്ത് എല്ലായിടത്തും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആത്യന്തികമായ ജയവും ദൈവാശ്രയമാണ്. ആത്യന്തികം വാളിലല്ല ജയം എന്ന് പറയുന്നത്. ആത്യന്തികമായ ദൈവ ആശ്രയത്തില്ല ദൈവം ഞങ്ങളെ നയിക്കുക. ദൈവത്തിൻ്റെ സർവ്വശക്തിയുള്ള ആശ്രയമാണ്. ഇവിടെ പറയുകയാണ്, നിൻ്റെ വഴി സമുദ്രത്തിലും നിൻ്റെ പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നു, നിൻ്റെ കാൽച്ചുവടുകളെ അറിയാതെയും ഇരുന്നു. ദൈവത്തിൻ്റെ വഴി അതിലൊക്കെ സമുദ്രത്തിലൊക്കെയാണ്. യോനായെ നടത്തിക്കൊണ്ടുപോയത് കൊണ്ടോ മടക്കി വരുത്താൻ ദൈവം സമുദ്രത്തിൽ വഴിയൊരുക്കുക, ഒരു തിമിംഗലത്തെ ഒഴുക്കുക. 3 ദിവസത്തേക്ക് അവനെ അതിൽ അടച്ചിട്ടിട്ട് അവനെ കരയ്ക്കൊണ്ട് ശ്രദ്ധിക്കുകയാണ്. അത് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുകയാണ്. ദൈവത്തിൻ്റെ മറയൻ എന്ന് പറയുന്ന എത്ര അത്ഭുതകരമായിട്ടാണ് അത് കാണുന്നത്. ഇപ്പോൾ ഇവിടെ പറയും, മോശയുടെയും അഹ്റോന്റെയും കയ്യാൽ നീ നിന്റെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി. അവരുടെ കയ്യാലാണ് അവരെല്ലാം നടത്തിയത്. അവരുടെ കയ്യാൽ ദൈവമാണ് അവരെ നടത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നമ്മളുടെ വിവിധ സാഹചര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ കൈ മറ്റുള്ള കൂടെ ദൈവം കാണിച്ചു തരും. നമുക്ക് ദൈവത്തിൻ്റെ കരം കാണാൻ പറ്റും. അത് ദൈവത്തിൻ്റെ കൈയാണെന്ന് പറയും. ചിലരൊക്കെ പറയാം ദൈവത്തിൻ്റെ കൈ തന്നെയെന്ന് പറയും. അപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങൾ കാണുക, ഇതാണ് ഏറ്റവും നല്ല അനുഗ്രഹം എന്ന് പറയുന്നത്, ദൈവത്തെ ദർശിക്കാനായിട്ട്. അപ്പോൾ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന, നിലവിളിയോടെ ആരംഭിക്കുന്ന പ്രാർത്ഥന ശുഭകരമായി പര്യവസാനിക്കുകയാണ്. ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തുന്ന ഒരു ദൈവം. ആടിന് തീർച്ചയായും സംരക്ഷണം, സ്വയം സംരക്ഷണമേ ഇല്ല ആടിന്. ഒരു ഇടയൻ്റെ സംരക്ഷണമാണ്, ഉടയവൻ്റെ സംരക്ഷണമാണ് ഇടയൻ്റെ, ആടിൻ്റെ ധൈര്യം എന്ന് പറയുന്നത്. ഇവിടെ ഇസ്രായേൽ ജനത്തെ മുൻനിർത്തിക്കൊണ്ട് പറയുക, നമുക്ക് എപ്പോഴും ആശ്രയം എന്ന് പറയുന്നത് സർവശക്തനായ ദൈവമാണ്. അവനിൽ ആശ്രയിച്ചാൽ നമുക്കൊരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു. അത് സത്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം അനുഭവമാക്കുവാൻ നമുക്ക് ഈ ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നമുക്ക് ആശ്രയിക്കാം. അവർ വഴി നടത്തിയ ദൈവം നമ്മൾ നടത്താൻ ശക്തനാണ്, നമുക്ക് ഉറയ്ക്കാം. 6 ലക്ഷം സംവത്സരത്തെ മരുഭൂമിയിൽ പോറ്റിയ ദൈവത്തിന് നമ്മളെ പോറ്റാൻ എന്താണ് സാധ്യം? ദൈവത്തിന് സകലം സാധ്യമാണ്. ദൈവത്തിൻ്റെ വഴികൾ അത്ഭുതകരമാണ്. ഇനിയും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്കായും അവിടുത്തെ അത്ഭുത കരുത്തിനായി നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയപിതാവേ, ഈ ചിന്തകൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഡ്രൈനസ്, വരണ്ട അനുഭവങ്ങൾ വരുമ്പോൾ ഞങ്ങൾ പൂർവ്വകാലങ്ങൾ ഓർക്കാൻ, ഞങ്ങളെ നടത്തിയ വിധങ്ങളെല്ലാം ഓർത്ത് നിന്നെ സ്തുതിക്കുവാനും തുടർന്നും അവിടെ ഞങ്ങളെ നടത്തുവാൻ ശക്തനാണെന്ന് നിങ്ങൾ കൂടുതൽ ആശ്രയിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. അപ്പോൾ വാളിലല്ല നിൻ്റെ കൃപയിൽ അത്രയും ആശ്രയിക്കുന്നവരാണ് നിലനിൽക്കുന്നതെന്ന് യഹൂദന്മാരെ ചരിത്രം ഞങ്ങളെ കാണിച്ചു തരുമ്പോൾ അപ്പോൾ നിങ്ങളിലുള്ള പ്രത്യാശയോടെ, നിങ്ങളുടെ വിശ്വാസത്തോടെ മുന്നേറുവാൻ ഞങ്ങളുടെ ക്രിസ്തീജീവിതത്തോടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂശ് ഞങ്ങൾക്ക് വേണ്ടി സകലവും നിർവഹിച്ച പുത്രനാം ദൈവമേ, ഞങ്ങൾ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. ആത്മദേഹിതയോടെ അനുഗ്രഹിക്കണമേ. നിൻ്റെ അത്ഭുതകരം ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ. തക്ക സമയത്ത് ഉയർത്തുവാൻ നിൻ്റെ ബലമുള്ള കൈകൾ താണിരിപ്പിക്കുന്നു. എല്ലാ തിരുനാമത്തിൽ തന്നെ ആമേൻ.